നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു ക്രൂര കൊലപാതകത്തിൻ്റെ കഥ മാത്രമല്ല. അഞ്ചലിൽ രഞ്ജിനി എന്ന യുവതിയെയും 17 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തി കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നീണ്ട 18 വർഷങ്ങൾ ഒളിവിൽ കഴിഞ്ഞ 2 പ്രതികൾ. ദിവിൽകുമാറും രാജേഷും പേരുകൾ മാറ്റി വിഷ്ണുവും പ്രവീൺ കുമാറുമായി നീണ്ട 18 വർഷമാണ് ജീവിച്ചത്. യഥാർത്ഥ വിവരങ്ങൾ അവർ മറച്ചുവെച്ചു. മറ്റു വിവാഹം കഴിച്ചു. ഭൂമിയും വീടുമൊക്കെ വാങ്ങി കുടുംബമായി അവർ ജീവിതം ആരംഭിച്ചു. വർഷങ്ങൾ കടന്നുപോയതുകൊണ്ട് ഇനി ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല എന്നവർ കണക്കുകൂട്ടി. എന്നാൽ CBI ചെന്നൈ യൂണിറ്റ് അവരുടെ പ്രതീക്ഷകൾ അത്രയും തകർത്തു. കൊടുംക്രൂര കൊലപാതകം നടന്ന കൊല്ലം അഞ്ചലിൽ നിന്ന് തന്നെ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ CBI സംഘത്തിന് ലഭിച്ചു. 2006 ഫെബ്രുവരി 10 നടന്ന ക്രൂരമായ കൊലപാതകം. അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പോലീസ് അന്വേഷണത്തിൽ കേസ് ഒരിടത്തുമെത്തിയില്ല. തുടർന്ന് കേരള ഹൈക്കോടതി 2010 ജനുവരി 15 കേസ് CBIക്ക് കൈമാറുന്നു. CBI ചെന്നൈ യൂണിറ്റ് 2010 ഫെബ്രുവരി 6 കേസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇതിനകം തന്നെ പ്രതികൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. ദിവിൽകുമാറിന്റെയും സുഹൃത്തായ രാജേഷിന്റെയും പേരിൽ CBI സംഘം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു. കോടതി ഇരുവരെയും പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചു. പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചതോടെ CBI അന്വേഷണം അവസാനിപ്പിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു പ്രതികൾ. ഇതാണ് അവരെ പുതുച്ചേരിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചതും. അവിടെ അധ്യാപികമാരായിരുന്ന 2 യുവതികളെയാണ് ഈ 2 പേർ വിവാഹം കഴിച്ചത്. എന്നാൽ കുറ്റകൃത്യം നടത്തി ഒളിവിൽ പോകുന്നവരെ കണ്ടെത്താനുള്ള CBIയുടെ പ്രത്യേക സംവിധാനം. ഈ വിഭാഗം നിരന്തരം കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കും. കൊല്ലം അഞ്ചലിൽ CBI ഉദ്യോഗസ്ഥർ കൊലപാതകം നടന്ന അലയമണ്ണിൽ നിന്ന് രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. ഇത്തരം വിവരശേഖരണത്തിൽ നിന്നാണ് പ്രതികൾ പുതുച്ചേരിയിലുണ്ട് എന്ന വിവരം CBI സംഘത്തിന് ലഭിക്കുന്നത്. പിന്നീട് നടന്നത് സിനിമയെ വെല്ലുന്ന നീക്കങ്ങൾ. അലയമൺ സ്വദേശികളിൽ ഒരാൾ ദിവിൽകുമാറിനെ പുതുച്ചേരിയിൽ വെച്ച് കണ്ടു എന്ന് CBIക്ക് സൂചന നൽകി. വിവരം ലഭിച്ചയുടൻ CBI യൂണിറ്റ് DYSPമാരായ രാജശേഖരൻ, രവി, അഡീഷണൽ SP ദിനേശ്, SI സെബാസ്റ്റ്യൻ, ദിലീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ച പുതുച്ചേരിക്ക് പുറപ്പെട്ടു. ദിവിൽകുമാറിനെയും രാജേഷിനെയും അവർ കണ്ടെത്തി. എന്നാൽ ആ കണ്ടെത്തലിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികൾ മുൻ സൈനികരായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള പോലീസിനേറെ പരിമിതികളും. എന്നാൽ പ്രതികളെ CBI പിടികൂടിയതിന് പിന്നിൽ സൈബർ കോമിംഗ് എന്നൊരു പദ്ധതി കൂടിയുണ്ട്. കൊല്ലം അലയമൺ ചന്ദ്രവിലാസത്തിൽ ദിവിൽകുമാറിനിപ്പോൾ പ്രായം 41. കണ്ണൂർ ശ്രീകണ്ഠാപുരം കൈതപ്ര പുതുശ്ശേരി വീട്ടിൽ രാജേഷിന്റെ പ്രായം 46. അന്വേഷണ സംഘം ഇവരിലേക്ക് തങ്ങളുടെ അന്വേഷണം എത്തുന്നതിന് മുൻപ് ഏകദേശം 10,000-ഓളം സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചിരുന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്താൻ CBIയും കേരള പോലീസും 3 മാസമായി നടത്തിയ സൈബർ കോമിങ്ങിലാണ് സുപ്രധാനമായ ചില വിവരങ്ങൾ CBI സംഘത്തിന് ലഭിക്കുന്നത്. പുതുച്ചേരിയിൽ ഒരു പ്രതിയുടെ ജീവിത പങ്കാളിയായ അധ്യാപിക സ്വന്തം സമൂഹമാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം. ദിവിൽകുമാറിനെയും രാജേഷിനെയും കണ്ടെത്താൻ CBIയെ സഹായിച്ചത് ഈ ചിത്രം കൂടിയാണ്. 10 വർഷത്തിലധികമായി ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ ചിത്രങ്ങൾ കേരള പോലീസിന്റെ സഹായത്തോടെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട്. ഒളിവിൽ പോകുമ്പോൾ ദിവിൽകുമാറിന്റെ പ്രായം 23, രാജേഷിന് 28. അന്നത്തെ അവരുടെ ലഭ്യമായ ചിത്രങ്ങൾ ശേഖരിച്ച ശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴും അവരുടെ രൂപത്തിലുണ്ടാകുന്ന മാറ്റം AI സഹായത്തോടെ അന്വേഷണ സംഘം വീണ്ടും പുനഃസൃഷ്ടിച്ചു. ദിവിലിന്റെയും രാജേഷിന്റെയും ഇത്തരത്തിലുള്ള 20 സാധ്യതാ ചിത്രങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഈ ചിത്രങ്ങളുമായി സാദൃശ്യമുള്ള ആരുടെയെങ്കിലും ചിത്രങ്ങൾ നിരീക്ഷണത്തിലുള്ള സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്താൽ പോലീസിന്റെ സൈബർ കുറ്റാന്വേഷണ വിഭാഗത്തിന് മുന്നറിയിപ്പ് ലഭിക്കും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 10ഓളം മുന്നറിയിപ്പുകളാണ് ഇത് സംബന്ധിച്ച് CBIക്ക് ലഭിച്ചത്. ചിത്രത്തിൽ പ്രതികളിൽ ഒരാളായ യുവാവിന്റെ ചിത്രവുമായി അധ്യാപികയുടെ ചിത്രത്തിന് സാമ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് അധ്യാപികയുടെ പോസ്റ്റുകൾ നിരീക്ഷിച്ചു. ഇവർ നേരത്തെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും അവർ പരിശോധിച്ചു. യുവാവിനെ നേരിട്ട് നിരീക്ഷിക്കാൻ ഇതിനിടയിൽ CBI സംഘം പുതുച്ചേരിയിലുമെത്തിയിരുന്നു. ഇതോടെ 2 പ്രതികളും CBI സംഘത്തിന്റെ വലയിൽ. പോണ്ടിച്ചേരിയിൽ പേരും രൂപവുമൊക്കെ മാറി അവർ സുഖമായി ജീവിക്കുന്നു.
ഇരുവരുടെയും യഥാർത്ഥ വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിയിൽ നിന്ന് പിന്നീട് CBI കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. കൊലപാതകം നടത്തി പ്രതികൾ ഒളിവിൽ പോകുന്ന കാലം മുതൽ ദിവിൽകുമാർ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ വീട്ടുകാർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വീട്ടുകാരുമായി പ്രതി ആശയവിനിമയം നടത്തിയിരുന്നു. എന്നാൽ ഒരു തരത്തിലും വീട്ടുകാർ CBI സംഘത്തിന് ഇത് സംബന്ധിച്ച് ഒരു സൂചനകളും നൽകിയില്ല. പോണ്ടിച്ചേരിയിൽ കുടുംബസ്ഥനായി കഴിയുന്ന വിഷ്ണു ആദ്യം CBI സംഘമെത്തി വിഷ്ണുവിനെ ചോദ്യം ചെയ്യുമ്പോൾ താൻ വിഷ്ണുവാണ്, മറ്റൊന്നും അറിയില്ല എന്ന നിലപാട് അയാൾ സ്വീകരിച്ചു. ഈ വിഷ്ണു തന്നെയാണ് ദിവിൽകുമാർ എന്ന സംശയം CBI സംഘത്തിൽ ശക്തമായി. ഒരാഴ്ചയോളം വിഷ്ണുവിനെ നിരീക്ഷിച്ചതിന് ശേഷമാണ് അയാളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുന്നത്. എന്നാൽ താൻ ദിവിൽകുമാറാണ് എന്നിയാൾ സമ്മതിച്ചില്ല. അതിശക്തമായ സമ്മർദ്ദങ്ങളോടെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞു. തുടർന്ന് രാജേഷും CBIക്ക് മുന്നിൽ പതറി. നേരത്തെ ഇരുവരും ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം സൈന്യത്തിൽ നിന്നോടി ഇന്റീരിയർ ഡിസൈനിങ് ജോലികളുമായി ഇവർ ജീവിതം പുനഃക്രമീകരിച്ചു. കൊല്ലം അഞ്ചലിൽ നടന്ന അതിക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ ഈ 2 പ്രതികളുമാണ് എന്ന വ്യക്തമായ ധാരണ കേരള പോലീസിന് ആദ്യമേ ലഭിച്ചു. അന്ന് ദിവിൽകുമാർ ഒരു സൈനിക ക്യാമ്പിൽ ജോലി ചെയ്യുന്നു. ദിവിൽകുമാർ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അയാളെ ഉടൻ നാട്ടിലേക്ക് അയക്കണമെന്ന് സൈനിക ക്യാമ്പിൽ കേരള പോലീസ് അറിയിച്ചു. ഇതാണ് പോലീസിന് പറ്റിയ ആദ്യ കയ്യബദ്ധം. ഇതനുസരിച്ച് സൈനിക വൃത്തങ്ങൾ മറ്റൊരു സൈനികനൊപ്പം ദിവിൽകുമാറിനെ നാട്ടിലേക്ക് അയച്ചു. എന്നാൽ അയാൾ ഡൽഹിയിൽ വെച്ച് മുങ്ങി. മറ്റൊരു പ്രതിയായ രാജേഷ് ഇതേ സമയം കുറ്റകൃത്യം നടത്തി ദില്ലിയിലേക്ക് മടങ്ങുന്നു. പൂനെയിൽ വെച്ച് അയാളെയും കാണാതായി. അന്ന് ദിവിൽകുമാറിനെ സൈനിക ക്യാമ്പിൽ തടഞ്ഞു വെക്കാൻ ആവശ്യപ്പെടുകയും അവിടെ ചെന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു. ഒരു കൊലപാതകത്തിനു വേണ്ടിയുള്ള വ്യക്തമായ ആസൂത്രണം, തയ്യാറെടുപ്പ്, നടപ്പാക്കൽ രീതി, ഈ 3 കാര്യങ്ങളും പൂർണ്ണമായി നടപ്പാക്കിയ ഒരു കേസായിരുന്നു അഞ്ചലിലെ ഈ ക്രൂര കൊലപാതകം. 2 സൈനികർ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പഴുതുകളടച്ച കൊലപാതകത്തിന് അവർ കോപ്പുകൂട്ടി. സൈന്യത്തിൽ നിന്ന് അവധിയെടുത്ത് അവർ കേരളത്തിലെത്തി. ദിവിലിന്റെ നാടായ അഞ്ചലിൽ പക്ഷെ പോയില്ല. യുവതി അമ്മയുമൊത്ത് താമസം മാറ്റിയിരുന്നതിനാൽ ഇവരുടെ സ്ഥലം കണ്ടെത്തുകയായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. ഇവർ ഇതിനിടയിൽ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ അഡ്മിറ്റായ വിവരം ദിവിൽകുമാറും രാജേഷും അറിയുന്നു. കൊല്ലപ്പെട്ട രഞ്ജിനിയും അയൽക്കാരനായ ദിവിൽകുമാറും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ദിവിൽ പട്ടാളത്തിൽ ജോലി നോക്കുന്ന കാലം. അവിവാഹിതയായ രഞ്ജിനിയെ ഗർഭിണിയാക്കിയതിനു ശേഷം ദിവിൽകുമാർ നാടുവിട്ടു. ഇത് നാട്ടിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ദിവിൽകുമാർ പക്ഷേ പിതൃത്വം അംഗീകരിക്കാൻ തയ്യാറായില്ല. യുവതി വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. വനിതാ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് DNA ടെസ്റ്റിന് വിധേയയാക്കി. ഇതോടെ യുവതിയെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്താൻ ദിവിൽകുമാറിന്റെ സുഹൃത്ത് രാജേഷ് തീരുമാനമെടുത്തു. ഇരുവരും ആസൂത്രണം ചെയ്ത് പിന്നീട് ആ കൊലപാതകം നടപ്പിലാക്കി. പ്രസവത്തിനായാണ് രഞ്ജിനി ആശുപത്രിയിൽ അഡ്മിറ്റായത്. ആശുപത്രിയിലേക്ക് സൂത്രത്തിൽ രാജേഷ് കടന്നു ചെന്നു. ദിവിൽകുമാറാണ് രാജേഷിനെ ആശുപത്രിയിലേക്ക് വിട്ടത്. പ്രസവത്തിന് തൊട്ടു മുൻപ് യുവതിയെ കൊല്ലുക, അഥവാ പ്രസവിച്ചാൽ അതിനുശേഷം യുവതിയെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തുക, ഇതായിരുന്നു ദിവിൽകുമാറിന്റെ പദ്ധതി. രാജേഷ് അനിൽകുമാർ എന്ന പേരിൽ യുവതിയുടെ അമ്മയുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചു. തൻ്റെ പെങ്ങൾ പ്രസവത്തിനായി ആശുപത്രിയിൽ എത്തിയതാണ്, ഭർത്താവ് ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള കഥകൾ രാജേഷ് യുവതിയുടെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പിന്നീട് പ്രസവത്തിന് ശേഷം അവരെ ബലമായി വീട്ടിൽ കൊണ്ടുചെന്നാക്കിയതും രാജേഷ് തന്നെയാണ്. എല്ലാ സഹായത്തിനും താനുണ്ടാകുമെന്ന് രാജേഷ് രഞ്ജിനിയുടെ അമ്മയ്ക്ക് വാക്കുകൊടുത്തു. യുവതി താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നീട് രാജേഷ് ഇടയ്ക്കിടെ ആ വീട്ടിൽ ചെന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിലെത്തുമ്പോൾ യുവതിയുടെ അമ്മ പഞ്ചായത്തിലേക്ക് പോകാനിറങ്ങുന്നു. അമ്മയെ പഞ്ചായത്തിൽ കൊണ്ടിറക്കി വിട്ടതിനു ശേഷം താൻ മടങ്ങുകയാണ് എന്ന് പറഞ്ഞ് രാജേഷ് നേരെ പോയത് വീട്ടിലേക്ക്. തിരികെ എത്തി രഞ്ജിനിയെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും രാജേഷ് കൊലപ്പെടുത്തി. ദിവിലിന്റെ കുട്ടികളാണ് എന്ന കേസ് നിലനിൽക്കുന്നതിനാൽ DNA പരിശോധനയ്ക്ക് മുൻപ് കുട്ടികളെ മാറ്റുകയായിരുന്നു രാജേഷിന്റെ ലക്ഷ്യം. പക്ഷേ അത് കൊലപാതകത്തിൽ കലാശിച്ചു. പ്രതികൾ തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി നാട്ടിലെത്തി ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിയിരുന്നു. ഇതാണ് അന്വേഷണത്തിലേറെ നിർണായകമായത്. പിന്നീട് ഇതിന്റെ ടയർ മാറ്റാൻ തീരുമാനിച്ചതുപോലും ആസൂത്രണത്തിന്റെ ഭാഗം. അന്ന് കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ATMിൽ പോകാനുള്ള തീരുമാനമാണ് കേസിൽ പ്രതികളെ കുടുക്കിയത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട രാജേഷ് വാഹനത്തിന്റെ RC ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ ഒരു പാക്കറ്റിൽ കൊല നടത്തിയ വീട്ടിൽ വെച്ച് മറന്നു. പോലീസ് വീട് പരിശോധിച്ചപ്പോൾ ഇത് കണ്ടെത്തി. തുടർന്ന് കടയിൽ അന്വേഷിച്ചപ്പോൾ
പ്രതി ATM-ൽ പോയി പണമെടുത്തു എന്ന വിവരമാണ് ലഭിച്ചത്. 16,000 രൂപയാണെന്ന് പിൻവലിച്ചത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ പണം പിൻവലിച്ചത് സൈന്യത്തിലെ ഒരാളുടെ സാലറി അക്കൗണ്ടിൽ നിന്നാണ് എന്ന് വ്യക്തമായി. അക്കൗണ്ട് ഉടമ രാജേഷാണ് എന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം കൊലപാതകം നടക്കുന്ന ദിവസം ദിവിൽ കുമാർ പത്താൻകോട്ടെ സൈനിക ക്യാമ്പിലെത്തി തിരിച്ചു ജോയിൻ ചെയ്തിരുന്നു എന്ന വിവരവും മനസ്സിലാക്കി. ഒരു വിധത്തിലും തങ്ങളിനി പിടിക്കപ്പെടില്ല എന്നുറപ്പാക്കാൻ പ്രതികൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ നീക്കങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വിരലടയാളം അതുതന്നെയാണ് കേസിൽ ഏറെ നിർണായകമായതും. ആ വീട്ടിൽ ഉപേക്ഷിച്ചു പോയ പാക്കറ്റ് പ്രതികളിലേക്ക് എത്താൻ സഹായകരമായി. ദിവിൽ കുമാർ തിരികെ പട്ടാളത്തിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞാണ് നാട്ടിൽ നിന്നൊക്കെ പോയത്. പക്ഷെ അവിടെ എത്തിയിരുന്നില്ല. രാജേഷും പിന്നീട് അങ്ങോട്ടേക്ക് പോയില്ല. കൊലപാതകത്തിന് ശേഷം രഞ്ജിനിയുടെ അമ്മയുടെ മനോനില തെറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം അന്ന് ശാന്തി കവാടത്തിലാണ് രഞ്ജിനിയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹം സംസ്കരിച്ചത്. പോലീസ് അന്വേഷിച്ചിട്ടും കേസന്വേഷണം എങ്ങുമെത്തിയില്ല. പിന്നീട് ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒരു പരാതിയുമായി ഉമ്മൻചാണ്ടിയുടെ അടുക്കലേക്ക്. ആ പരാതിക്കൊപ്പം 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും വെച്ചിരുന്നു. ആ ഫോട്ടോയിൽ നോക്കി ഉമ്മൻചാണ്ടിയുടെ കണ്ണ് നിറഞ്ഞു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ കേസാണോ? ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. രഞ്ജിനിയുടെ അമ്മ വലിയ കരുതലോടെയായിരുന്നു ആ കുഞ്ഞുങ്ങളെ നോക്കിയത്. കുളിപ്പിച്ചൊരുക്കി അവർക്ക് കണ്ണെഴുതി നൽകി പൊട്ടുകുത്തിച്ചാണ് അവർ അഞ്ചലിലേക്ക് പോകാൻ നിന്നത്. അപ്പോഴാണ് രാജേഷ് വീട്ടിലേക്ക് കടന്നു വന്നത്. വേറെ വരുമാനമാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് രഞ്ജിനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്തിരുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. എനിക്കിനി കരയാൻ കണ്ണീരില്ല, കയ്യിൽ പണവുമില്ല. 2006 അഞ്ചലിൽ കൊല ചെയ്യപ്പെട്ട രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ നിറകണ്ണുകളോടെ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ധീരമായ പോരാട്ടത്തിൻ്റെ വീര്യം ആ കണ്ണുകളിൽ നിറയുന്നു. മകളെയും പേരക്കുട്ടികളെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദന മറുവശത്ത്. 2012 CBI ചെന്നൈ യൂണിറ്റ് ഈ പ്രതികളുടെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഒളിവിൽ പോയ ദിവിൽ കുമാറിൻ്റെയും രാജേഷിൻ്റെയും വിവിധ രേഖാചിത്രങ്ങൾ രാജ്യത്തിലെ എല്ലാ വിമാനത്താവളങ്ങൾക്കും നൽകുകയും ചെയ്തു. വേഷം മാറി രൂപം മാറി അവർ ഇരുവരും എവിടെയോ കഴിയുന്നു എന്ന ധാരണയായിരുന്നു പൊതുവെ CBIക്ക്. നേപ്പാൾ അതിർത്തി വഴി UAE-യിലേക്ക് കടന്നെന്നും ചിലർ കഥകൾ പ്രചരിപ്പിച്ചു. ഇന്റർപോളിന്റെ സഹായത്തോടെയും ചില അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ ഒന്നും ഒരിടത്തും എത്തിയില്ല. എന്നാൽ പോണ്ടിച്ചേരിയിൽ അവർക്ക് പേരുമാറ്റി ആധാർ കാർഡും ഇലക്ഷൻ ID-യും അടക്കം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. വിഷ്ണു എന്ന പേര് മാറ്റി ഒരു സ്കൂൾ അധ്യാപികയെ വിവാഹം ചെയ്ത് പോണ്ടിച്ചേരിയിൽ സുഖജീവിതം നടത്താമെന്ന് ദിവിൽ കുമാർ കണക്കുകൂട്ടി. ഇപ്പോൾ 2 പെൺമക്കളുണ്ട് ദിവിൽ കുമാറിന്. ദിവിൽ കുമാറിനെയും രാജേഷിനെയും പോലീസ് ഇപ്പോൾ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. കുഞ്ഞിന്റെ പിതൃത്വം കണ്ടെത്താൻ DNA ടെസ്റ്റിന് വനിതാ കമ്മീഷൻ ഉത്തരവിട്ടതോടെ താൻ പിടിക്കപ്പെടുമോ എന്ന ഭയം ശക്തമായി. രഞ്ജിനിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. യുവതി പിന്മാറാതെ വന്നതോടെ ഒടുവിൽ കൊലപാതകത്തിന് താൻ നിർബന്ധിതനായി എന്ന് CBI അന്വേഷണ സംഘത്തിന് മുന്നിൽ ദിവിൽ കുമാർ മൊഴി നൽകുന്നു. പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് പ്രതികൾ പറയുന്നു. അതെ, ഇത് ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. 18 വർഷങ്ങൾക്ക് ശേഷം ആ കൊടും ക്രൂര കൊലപാതകത്തിലെ പ്രതികൾ ഇതാ നിയമത്തിൻ്റെ കുരുക്കിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.